ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് വിൻസ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നാറൂട്ടോ സീരീസിലെ ഹാക്കു എന്ന കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും ലാഗടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹാക്കു എന്ന കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറിയാണ് മുഴുവൻ നാറൂട്ടോ സീരീസിലും ഏറ്റവും ഇമോഷണൽ ആയ ട്രാജിക് കഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഹാക്കു ജനിച്ചത് ഹിഡൻ മിസ് വില്ലേജ് ആയ കിരിഗാക്കുറയിലാണ്. അവൻ ആക്ച്വലി ഒരു റെയർ എബിലിറ്റി ഉള്ള കുട്ടിയായിരുന്നു. ഐസ് റിലീസ് അല്ലെങ്കിൽ വാട്ടർ പ്ലസ് വിൻഡ് ചാക്ര കമ്പൈൻ ചെയ്ത് ഐസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കക്കഗംഗയായിരുന്നു അവന്റെ സ്പെഷ്യാലിറ്റി. എന്നാൽ ആ സമയത്ത് കിരിഗാക്കുറ ബ്ലഡ് മിസ് വില്ലേജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കാരണം അവിടെ കക്കഗംഗയുള്ള ആളുകളെ ഭയന്ന് പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. ഹാക്കുവിന്റെ അമ്മയ്ക്കും ഇതേ പവർ ഉണ്ടായിരുന്നു, പക്ഷെ അവളത് സീക്രട്ടായി സൂക്ഷിച്ചു. ഒരിക്കൽ ഹാക്കു തന്റെ പവർ അബദ്ധത്തിൽ അച്ഛന്റെ മുന്നിൽ ഉപയോഗിച്ചപ്പോൾ അച്ഛൻ അത് ഡീമൺ പവറായി കരുതി ഭാര്യയെ കൊല്ലുകയും പിന്നീട് ഹാക്കുവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. സെൽഫ് ഡിഫൻസ് ആയി ഹാക്കു തന്റെ അച്ഛനെയും കൊല്ലേണ്ടി വന്നു. അതോടെ ചെറുപ്പത്തിൽ തന്നെ അവനൊരു ഓർഫനായി ഗിൽറ്റും ലോൺലിനെസ്സും കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം ഹാക്കുവിനെ കണ്ടെത്തിയത് സാബുസ മൊമോജി ആയിരുന്നു. സാബുസ ഹിഡൻ മിസ്സിലെ ഫോർമർ സോർട്സ്മാൻ ആയിരുന്നു. റിബല്യൻ നടത്തിയ ശേഷം റോസ് നിഞ്ചയായി മാറിയവനുമായിരുന്നു. അവൻ ഹാക്കുവിന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞു. ഹാക്കുവിന് ജീവിതത്തിൽ ഒരു പർപ്പസ് വേണമെന്ന് തോന്നിയിരുന്നു. ഐ എക്സിസ്റ്റ് ടു ബി യൂസ്ഫുൾ ടു സമ്മൺ എന്ന ഫിലോസഫി അവൻ സ്വീകരിച്ചു. സാബുസയ്ക്ക് വേണ്ടി ഒരു ടൂൾ പോലെ ഉപയോഗിക്കപ്പെടാൻ പോലും അവൻ തയ്യാറായിരുന്നു. കാരണം സാബുസ അവനെ ജീവിക്കാൻ ഒരു കാരണം നൽകിയ ആളായിരുന്നു. ഇത് ഹാക്കുവിന്റെ ക്യാരക്ടറിന്റെ ട്രാജഡിയാണ്. അവൻ വളരെ കൈൻഡും ഇന്നസെന്റും ഒക്കെ ആണെങ്കിലും സ്വന്തം ജീവിതത്തിന്റെ വാല്യൂ തിരിച്ചറിയാൻ കഴിയാത്തവനുമായിരുന്നു. ലാൻഡ് ഓഫ് വേവ്സ് ആർക്കില് നാരുട്ടോ ആദ്യ വലിയ മിഷനിൽ ഹാക്കു ടീം 7 നേരിടുന്നു. പ്രത്യേകിച്ച് നാരുട്ടോ ഉസുമാക്കിയും സാസ്കി ഉച്ചയുള്ള ഫൈറ്റിൽ അവന്റെ ഐസ് മിറർ ടെക്നിക്, അതായത് ഡീമണിക് മിററിംഗ് ഐസ് ക്രിസ്റ്റൽസ് കാണിക്കുന്നു. ഹാക്കുവിന്റെ സ്പീഡും പ്രിസിഷനും ടെറിഫയിങ് ആയിരുന്നു. എന്നാൽ ഫൈറ്റിന്റെ ക്ലൈമാക്സിൽ സാബുസയെ രക്ഷിക്കാൻ ഹാക്കു തന്റെ ശരീരം ഷീൽഡായി ഉപയോഗിച്ചു. കക്കാഷിയുടെ റൈക്രി അറ്റാക്ക് അവൻ ഏറ്റുവാങ്ങി. ആ ഒരു സാക്രിഫൈസ് ഹാക്കുവിന്റെ ട്രൂ കണക്ഷൻ കാണിച്ചു തരികയാണ്. സാബുസയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു ലോയൽ സോൾ. അവസാനം ഹാക്കു മരിച്ചപ്പോൾ സാബുസ പുറത്ത് സ്ട്രോങ് ആയി തോന്നിച്ചിരുന്നെങ്കിലും ഉള്ളിൽ അവൻ ഹാക്കുവിനെ ജെനുവിൻലി കെയർ ചെയ്തിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. നാറൂട്ടോയുടെ വേർഡ്സ് സാബുസയെ തന്റെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹാക്കുവിന്റെ സ്റ്റോറി നാറൂട്ടോയുടെ സെൻട്രൽ തീമായ ലോൺലിനെസ്, അക്നോളജ്മെന്റ്, പർപ്പസ് എന്ന കോൺസെപ്റ്റിനെ ശക്തമായി റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നായിരുന്നു. ഒരു വില്ലൻ സൈഡിൽ നിന്നിരുന്നിട്ടും ഹാക്കു ആക്ച്വലി പ്യുവർ ഹേർട്ട് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് നാറൂട്ടോ സീരീസിൽ ഹാക്കുവിന്റെ ബാക്ക് സ്റ്റോറി എന്നും ഫാൻസിനെ ഇമോഷണൽ ആക്കുന്നത്. സോ ഹാക്കുവിന്റെ സ്റ്റോറി നിങ്ങളെയും ഇമോഷണൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.